2012 ജൂബിലിയിൽ അഡ്മിഷൻ എടുത്ത വർഷം. ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ്. വിശാലമായ ക്യാമ്പസും അമ്പരം ചുംബിച്ചു നിൽക്കുന്ന ബഹുനില കെട്ടിടങ്ങളും NABH അക്രഡിറ്റേഷനു വേണ്ടി നെട്ടോട്ടമോടുന്ന മാനേജ്മെൻറ്റും വണ്ടിക്ക് ചങ്ങലയിടാനായി മുത്തുക്കുട ചൂടി നിൽക്കുന്ന ചേച്ചിമാരും ഈ കോളേജിൻ്റെ മാത്രം പ്രത്യേകതയാണ്. സർവീസ് വിത്ത് ലവ് എന്നാണ് ഇവരുടെ ആപ്തവാക്യം. സ്നേഹം ഇത്തിരി കൂടുതലായതിനാൽ നഴ്സറി പിള്ളേരെ പോലെയാണ് ഞങ്ങളിവിടെ പരിചരിക്കാറ്. നഷ്ടപ്പെട്ട ബാല്യകാലം തിരിച്ചു വരില്ല എന്നാണ് പറയാറ്. പക്ഷേ ഈ യൂണിഫോം, ഷൂ, വാട്ടർ ബോട്ടിൽ ഇവയെല്ലാം എൻ്റെ LKG ജീവിതം ജൂബിലി എനിക്ക് തിരിച്ചു നൽകും. അങ്ങനെ പ്രതീക്ഷയുടെ ഭാണ്ഡക്കെട്ടുമായി ഞാൻ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ബോയ്സ് ഹോസ്റ്റലിൽ എത്തി. ഹോസ്റ്റലിൻ്റെ മനോഹരമായ ജനലുകളിൽ ജോക്കി, ഫ്രഞ്ചി, VIP, മാച്ചോ എന്നിവ കണ്ട് അമ്മ കുണ്ഠിതപ്പെട്ടു. അത് കണ്ട് അച്ഛനും കുണ്ഠിതപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ കുണ്ഠിതപ്പെടേണ്ട, അച്ഛ കുണ്ഠിതപ്പെടേണ്ട. അങ്ങനെ അവർ എന്നെ ഹോസ്റ്റലിലാക്കി. അച്ഛനും അമ്മയും മടങ്ങി. രാത്രി 12 മണി. ഞാൻ നല്ല ഉറക്കത്തിൽ. വാതിലിൽ 3 മുട്ട്. ടും ടും ടും. വാതിൽ തുറന്നപ്പോൾ മുന്നിൽ കിങ്കരന്മാരായ 3 സീനിയേഴ്സ്. അവരെ കണ്ട് ഞാൻ കിടുകിട വിറച്ചു. കിടുകിട കിടുകിട. ഒന്നാമൻ വന്ന് എന്നെ ചൊറിഞ്ഞു. അത് കണ്ട് രണ്ടാമനും മൂന്നാമനും എന്നെ തലങ്ങും വിലങ്ങും ചൊറിഞ്ഞു. പിന്നീട് ഞങ്ങൾ 1 2 പറഞ്ഞിരുന്നു. 1 2 1 2. ഡിസെക്ഷൻ ഹാൾ. മെഡിക്കൽ കോളേജിലെ പല പ്രണയങ്ങളും പൂക്കുന്നതും തളിർക്കുന്നതും കായ്ക്കുന്നതും ഇവിടെ വെച്ചാണ്. അങ്ങനെ എനിക്കും കിട്ടി ഒരു നായികയെ. ലാബിൻ്റെ കാണാമറയത്ത് ആരോരുമില്ല നേരത്ത് കന്നനം തെന്നി തെന്നി പാടി വന്നൊരു മാർഗഴിക്കാറ്റേ. ഡിസെക്ഷൻ ഹോളിൽ വെച്ചിൻ കരളിൽ കയറിയൊളിച്ചവളെ, അലക്കാത്ത കോട്ടിനുള്ളിൽ അത്തറ പൂശി വന്നവളെ. റെക്കോർഡ് സബ്മിറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യൂലേ, സമ്മതം തന്നാൽ നിന്നെ താലി കെട്ടി കൊണ്ടുപോകില്ലേ. അതേസമയം ക്ലാസ്സിലെ കോഴി അവൻ്റെ പണി തുടങ്ങി. തൊട്ട് നോക്കാമോ ഒന്ന് തൊട്ടാവാടി നിന്നെ. എന്താ നടന്നത് ദേവസേനെ? എല്ലാവരും ഡിസെക്ഷൻ ചെയ്യുമ്പോൾ ഇയാൾ എന്നെ കോഴിയടിച്ചു. അപ്പോൾ അയാളുടെ ബോൺസെറ്റ് ഞാൻ വലിച്ചെറിഞ്ഞു. നീ ചെയ്തത് തെറ്റ്. സ്ത്രീകളെ കോഴിയടിച്ചാൽ എറിയേണ്ടത് അവന്റെ ബോൺസെറ്റ് അല്ല, അവന്റെ കണ്ണിങ്ഹാം. Tell me the course of median nerve, radial nerve. പോട്ടെ, what are the microscopical features of skeletal muscle? അറിയില്ല, നിനക്കറിയില്ല. ഇതൊക്കെ അറിയണമെങ്കിൽ മിനിമം ഹിസ്റ്റോളജി ലാബിലെങ്കിലും കയറണം. നേരാ തിരുമേനി, ഈ ജോർജ് ഹിസ്റ്റോളജി ലാബിൽ കയറിയിട്ടില്ല. പിന്നെ ഹിസ്റ്റോളജി റെക്കോർഡ് ബുക്കിൻ്റെ കാര്യം, അന്നാമ കടന്നു തന്ന ഇയോസിനും ഹെമറ്റോക്സിനുമായി കഷ്ടപ്പെട്ട് ഞാൻ വരച്ചുകൊണ്ട് ചെല്ലുമ്പോൾ ഇങ്ങനെ എന്നെ നോക്കി പറയും റീഡ്രോ. അങ്ങനെ റീഡ്രോ ചെയ്ത് കൊണ്ട് ചെല്ലുമ്പോൾ ഇങ്ങനെ എൻ്റെ മുഖത്ത് നോക്കി പറയും ന്യൂക്ലിയസിന് വണ്ണം പോരാ, നീളം പോരാ, കനം പോരാ. എൻ്റെ സങ്കല്പത്തിലെ ന്യൂക്ലിയസ് ഇങ്ങനെയല്ല. അന്ന് തോന്നിയതാ എനിക്ക് ഈ സബ്ജക്റ്റിനോട് ഇറവറൻസ്. പോയ കാര്യം നടക്കൂടാ. തല ടെൻഷൻ അടിക്കണ്ട. ഇനി ബഷീർക്ക് വിചാരിച്ചിട്ട് നടന്നിട്ടില്ലേ, സാധനം എൻ്റെ കയ്യിൽ സ്റ്റോക്കുണ്ട്. പടക്കം ഒരു കാര്യത്തിന് പോയാൽ ഇനി ഗുണ്ടായിസം കാണിച്ചിട്ടായാലും അത് നേടിയിരിക്കും. ഇനി കിട്ടായിരിക്കൂടാ. എൻ്റെ തല കിട്ടും. എന്നാലും എനിക്കങ്ങ് ഇയാളെക്കൊണ്ട് കിട്ടിയാ കിട്ടിയാ. അങ്ങനെ ഫസ്റ്റ് ഇയർ യൂണിവേഴ്സിറ്റി എക്സാം വന്നെത്തി. ഫസ്റ്റ് പേപ്പറിലെ സെക്കൻഡ് പേപ്പറിൽ ചോദിക്കുന്നവൻ കുഹാസ്. ഒരു ദിവസം ആബ്സെൻ്റ് ആയാൽ 3 ദിവസം അറ്റൻഡൻസ് കട്ട് ചെയ്യുന്നവൻ കുഹാസ്. എക്സാം ഹോളിൽ ക്യാമറ വെച്ച് പിള്ളേരുടെ സീൻ പിടിക്കുന്നവൻ കുഹാസ്. അങ്ങനെ മെഡിക്കോസിന് പാടി നടക്കാൻ കുഹാസിൻ്റെ ചതികൾ ഇനിയും ബാക്കി. ഒരു പ്രത്യേക അറിയിപ്പ്. കൊല്ലം പറവൂർ ക്ഷേത്ര വെടിക്കെട്ട് ദുരന്തത്തിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ വർഷത്തെ കമ്മ്യൂണിറ്റി മെഡിസിൻ ആൻസർ ഷീറ്റിൽ നിന്നും മാരക പ്രഹരശേഷിയുള്ള ഗുണ്ടുകൾ കഴിയുന്നതും ഒഴിവാക്കേണ്ടതാണ്.
ആൻസർ ഷീറ്റിൽ അതിശക്തമായ തള്ളലിന് സാധ്യതയുള്ളതിനാൽ വിദ്യാർത്ഥികൾ സ്വയം രക്ഷയ്ക്കായി പരമാവധി അകന്നിരിക്കാൻ ശ്രമിക്കുക. You have to come back. ഇന്ന് തന്നെ വരണം. ഇപ്പൊ തന്നെ ഫ്ലൈറ്റ് എടുത്ത് വരാൻ പറഞ്ഞു. എന്റെ അമ്മേ, സ്വന്തം ഭാഷയാണ്ട് പിന്നെ ഒരു റിലാക്സ്. Attention please. There is a correction in the question paper. Question number 1. Essay question. What is the extent, cause and anatomical relations of inferior vena cava? അളിയ ഭാഗ്യം, ക്വസ്റ്റ്യൻ മാറ്റി തരുമായിരിക്കും. The change is as follows. The spelling of what in question number 1 is changed from WATT to WHAT. I repeat. ഹേയ് സാംബി, അതുൽ, ജെറിൻ, ഇവിടെ വരൂ. ഇത് ജെറി. ഇവന് വലിയ ചീത്തപ്പേരാണ്. എക്സാം തുടങ്ങി 2 മണിക്കൂറിൽ എല്ലാം തുണ്ടു പേപ്പർ വെച്ച് ആൻസർ ചെയ്ത് ഹാളിന് വെളിയിലെത്തി. ഓ, അത്ഭുതമായിരിക്കുന്നല്ലോ. അതെങ്ങനെ സാധിച്ചു? ഹാളിൽ വെച്ച് ഞാൻ ടീച്ചറോട് ശോചനാലയത്തിൽ പോകണമെന്ന് ആവശ്യപ്പെട്ടു. എന്നിട്ട് ടീച്ചർ വിട്ടോ? ചിന്തയും ഉദ്ദേശവും നല്ലതായാൽ ആരും വിടും. ആഹാ, എന്നിട്ട്? പുറത്ത് ശൗചാലയത്തിൽ പോയി തുണ്ടെടുത്ത് പാൻറ്റിനടിയിൽ വെച്ച് തിരിച്ചെത്തി പരീക്ഷ എഴുതി. ഓ, നിന്റെ ബുദ്ധി വിമാനം തന്നെ. ആഹാ, വിമാനം. അതാ സാറ് വരുന്നുണ്ടല്ലോ. ഈയിടെയായി നിന്നെ സപ്ലി എക്സാമിനൊന്നും കാണാറേയില്ലല്ലോ. ആഹാ സാർ, ഞാൻ സപ്ലിയടിയൊക്കെ നിർത്തി സാർ. ഓഹോ, അങ്ങനെയോ? നിന്റെ രജിസ്റ്റർ നമ്പർ 11012100 അതല്ലേ? അതെ. എന്നാൽ ഇത് വെച്ചോളൂ, നിങ്ങളെ ഡീബാർ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇത് നിന്റെ ആൻസർ ഷീറ്റ് വാല്യൂ ചെയ്തപ്പോൾ കിട്ടിയതാണ്. ഓഹോ, അത്ഭുതമായിരിക്കുന്നു. ഇത് ഞാൻ വെച്ച തുണ്ടാണല്ലോ. നമ്മുടെ ഈ പ്രിയങ്കയ്ക്ക് ഇതെന്തു പറ്റി? ആരാണ് തുണ്ടുവെക്കാൻ ആഗ്രഹിക്കാത്തത്? പക്ഷേ വെച്ച തുണ്ട് ആൻസർ ഷീറ്റിനോടൊപ്പം കെട്ടിവെക്കുക കൂടി ചെയ്താലോ? ഒരു ശരാശരി കോപ്പിയടിക്കാരന്റെ തുണ്ടുകൾ തപ്പി പുറത്തെടുത്താൽ ഏകദേശം ഇത്രത്തോളം ഉണ്ടാകും. നിങ്ങളെ ഡീബാർ ചെയ്യാൻ അത് മതി. തുണ്ട് വെക്കരുത്, അഥവാ വെച്ചാൽ അതൊരിക്കലും ഒരു ആൻസർ ഷീറ്റിനോടൊപ്പം കെട്ടിവെക്കരുത്. ഒരു പക്ഷേ നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും, വലിയ വില. അങ്ങനെ യൂണിവേഴ്സിറ്റി എക്സാം വന്നെത്തി. ചിലർ നിഷ്പ്രയാസം ചാടിക്കടന്നു, ചിലർ പണിപ്പെട്ട് ചാടിക്കടന്നു, ചിലരെ യൂണിവേഴ്സിറ്റി ചവിട്ടിക്കടത്തി. അങ്ങനെ എങ്ങനെയൊക്കെയോ ഫസ്റ്റ് ഇയർ പാസ്സായി സെക്കൻഡ് ഇയറിലെത്തി. ഫസ്റ്റ് ഇയറിന് ശേഷം ഫൈനൽ ഒളിമ്പിക്കൊക്കെ മുമ്പ് ലോകം ഇങ്ങനെ വിശാലമായി മുന്നിൽ തുറന്നു കിടക്കും. അത് നീ എക്സ്പ്ലോർ ചെയ്തില്ലെങ്കിൽ യു ആർ വേസ്റ്റിംഗ് യുവർ ഏജ്. അങ്ങനെ സെക്കൻഡ് ഇയർ വളരെ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്ത് തേർഡ് സെം ഇൻ്റർണൽസ് മൊത്തം പൊട്ടിയിരിക്കുമ്പോൾ അവസാനം അത് വന്നെത്തി. ജൂബിലിയിൽ മാത്രം കണ്ടുവരുന്ന നമുക്ക് മൂക്കുകയറിടാൻ ടീച്ചേഴ്സിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും വജ്രായുധം, പാരൻസ് മീറ്റിംഗ്. There was an idea to bring together a group of remarkable people to see if we could become something more. അങ്ങനെ ആ ദിവസം വന്നെത്തി. സാറേ സാറേ, ഈ മാർക്ക് പാരൻസിൻ്റെ മുന്നിൽ വിളിച്ച് പറയാതെ മീറ്റിംഗ് നടത്താൻ പറ്റുമോ? അല്ല, വീട്ടുകാരൊക്കെ ഇത്രയും ദൂരെ നിന്നൊക്കെ വരണല്ലേ. അതിപ്പോൾ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോൾ മാഡം ജോർജിനെ വീട്ടുകാരുടെ മുന്നിൽ മാർക്ക് വിളിച്ച് പറയാതെ മീറ്റിംഗ് നടത്താൻ പറ്റുമോ എന്നാണ് ചോദിക്കണേ. തേർഡ് സെം ആണോ? അതാവുമ്പോൾ മീറ്റിങ്ങിന് വീട്ടുകാരുടെ മുമ്പിൽ മാർക്ക് വിളിച്ച് പറഞ്ഞ് നാട്ടിക്കല പതിവ്. പറഞ്ഞോ കൃഷ്ണവിലാസം ഭഗീരഥൻ പിള്ള, മൈക്രോബയോളജി 50-4, പത്തോളജി 50-6. കുറച്ച് വെടിയും പുകയും മാത്രമേ ഓർമ്മയുള്ളൂ, ബാക്കി എത്തിന് ചത്തില്ല. ദൈവമേ, എങ്ങനെയെങ്കിലും ഇതൊന്ന് പാസ്സാക്കി തരണേ. പ്രാർത്ഥിക്കാൻ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങൾ. സൈക്കിൾ അഗർബത്തീസ്. നീ ടെൻഷൻ അടിക്കാതിരിക്കേ. സെക്കൻഡ് ഇയർ പരീക്ഷ പാസ്സാവുന്നതിനൊക്കെ ഒരു പ്രത്യേക രീതിയുണ്ട്. ആദ്യം പത്തോളജി. ആദ്യം വെൽ ഡിഫൈൻഡ് അല്ലെങ്കിൽ ഇൽ ഡിഫൈൻഡ് എന്ന് തുടങ്ങി റൗണ്ട് ഓർ ഓവൽ അല്ലെങ്കിൽ സോഫ്റ്റ് ഓർ ഫേം അങ്ങനെയൊക്കെ ചേർക്കുക. പിന്നെ ഗ്രേഷ് വൈറ്റ് അല്ലെങ്കിൽ ബ്രൗൺ ബ്ലാക്ക് എന്നിങ്ങനെ ആവശ്യത്തിനൊക്കെ കളർ ചേർത്ത് കുറച്ച് ഏരിയ ഓഫ് ഇൻഫിൽട്രേഷനും കുറച്ച് ഏരിയാസ് ഓഫ് നെക്രോസും ചേർത്ത പത്തോളജി റെഡി. പിന്നെ മൈക്രോബയോളജി. ആദ്യം എട്ടിയോളജി
അത് ഏതെങ്കിലും ബാക്ടീരിയ വൈറസ് ഏതെങ്കിലുമൊക്കെ എഴുതിക്കണം. പിന്നെ പാത്തോജനസിസ് അറിയുമെങ്കിൽ എഴുതാം. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പനി, ജലദോഷം, ഇതൊന്നുമില്ലാതെ എന്ത് ഇൻഫെക്ഷൻ. പിന്നെയാണ് ഏറ്റവും മർമ്മപ്രധാനമായ ഭാഗം, ഇൻവെസ്റ്റിഗേഷൻ. ആദ്യം മൈക്രോസ്കോപ്പി, കൾച്ചർ, കോംപ്ലൻ ഫിക്സേഷൻ. പിന്നെ അഥവാ ഫംഗസ് ആണെങ്കിൽ KOH എഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് കഴിഞ്ഞാൽ മൈക്രോബയോളജി റെഡി. പിന്നെ ഒരുത്തനുണ്ട്, ഫോറൻസിക് മെഡിസിൻ. പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് പണിയാണ്. അതൊരൊറ്റ പേപ്പറേ ഉള്ളൂ. അതിലെന്ത് ചോദിക്കും, എങ്ങനെ ചോദിക്കുമെന്ന് ഒരാൾക്കും അറിയില്ല. സെക്കൻഡ് ഇയർ കഴിഞ്ഞ് തേർഡ് ഇയർ കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ് തുടങ്ങി. ആവശ്യമുള്ള സാധനങ്ങൾ: പേന 2, സ്കെയിൽ വലുതും ചെറുതും, കളർ പെൻസിൽ ഫെബർ കാസിൽ തന്നെ വേണം, ഹാർഡ് ബൈൻ 4 എണ്ണം, അതും കവർ ചെയ്ത് നെയിം സ്ലിപ്പ് ഒട്ടിക്കണം. എടാ ജോർജെ, എങ്ങോട്ടാ ഈ ബംഗാളികളെയും കൊണ്ട്? കമ്മ്യൂണിറ്റിയാടാ പോസ്റ്റിങ്. രാജു ഭായ്, വിപിൻ ഭായ്, നല്ല കളർഫുൾ ആയിട്ട് പെയിന്റ് കയറാ സംജയ്. ഫൈനൽ ഇയർ എത്തി. വാർഡിൽ കിളിവാറി നടക്കാൻ തുടങ്ങി. ൊന്നെടുക്കണ്, സൗണ്ട് ഒന്ന് കേക്കണ്, CVS കേസൊക്കെ തരികിടയാണ്. റിഫ്ലക്സ് നോക്കണ്, ഗുണ്ടൊന്നെഴുതണ്, CNS കേസൊക്കെ ഒരു പുകയാണ്. സാറ് വന്ന് ചൊറിഞ്ഞിടുമ്പോൾ വാ പൊളിച്ച് നിൽക്കുന്നുണ്ടേ. ആ പേഷ്യന്റെ റേഡിയോ ഫെമറൽ ഡിലേ ഒന്ന് നോക്കിയേ. ഞാൻ റേഡിയോ നോക്കാം, നീ ഫെമറൽ നോക്കാം. ഞാൻ റേഡിയോ നോക്കാം, നീ ഫെമറൽ നോക്കാം. വേണ്ട, ഞാൻ റേഡിയോ നോക്കാം. എന്തെങ്കിലും ചെയ്യും. താൻ റേഡിയോയിലും ഇവൻ ഫെമറൽ നോക്കിയാൽ എങ്ങനെയാടോ ഡിലേ കിട്ടുക? അങ്ങനെ പറഞ്ഞു കൊടുക്ക സാറേ. ഞാൻ അപ്പളേ പറഞ്ഞത് ഞാൻ റേഡിയോയിൽ നോക്കാതെ. ഇപ്പൊ മനസ്സിലായടാ. അങ്ങനെ തട്ടിമുട്ടി ഫൈനൽ ഇയർ പാസ്സായി. ഏതൊരു മെഡിക്കോസിൻ്റെ ഈ സ്വപ്നം, ഹൗസ് സർജൻസി. 10th ബാച്ചിലെ ഹൗസ് സർജനായ ഞാൻ ജൂബിലി മിഷൻ രോഗികളുടെ ജീവനും സമ്പത്തും അഭിമാനവും സംരക്ഷിച്ചു കൊള്ളാമെന്നും വാർഡിലെ പ്രീ റൗണ്ട്സ് എടുക്കാമെന്നും ഡിസ്ചാർജ് അടിക്കാമെന്നും ഇനി ലീവ് എടുത്തു മുങ്ങിയാൽ എക്സ്റ്റൻഷൻ ചെയ്യാൻ മടിക്കില്ല എന്നും പൊന്നു ഡയറക്ടർ പള്ളിക്കുന്നത്തച്ഛൻ സാക്ഷിയായി പ്രതിജ്ഞ ചെയ്യുന്നു. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായി ഡോക്ടർ എന്ന് വിളിയേക്കാനായി വാർഡിലേക്ക് കാലെടുത്തു കുത്തി. ഡിസ്ചാർജ് ഉണ്ടല്ലോ, ഇൻഷുറൻസ് ആണേ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും പാടില്ലേ. ഹൗസർജ ലാബിൽ പോകണം, റിപ്പോർട്ട് എടുക്കണം, വേണ്ടി വന്നാൽ ട്രോളിൻ തള്ളേണം. ഹൗസർജ ഹാൻഡ് ഓവറിന് മുന്നേ ഫയലൊന്ന് എഴുതണം, അഡ്മിഷൻസ് വന്നാൽ IP എഴുതണം, കംപ്ലൈൻറ്റ് കാണണം, തെറിയും കേൾക്കണം, ലീവായാൽ എക്സ്റ്റൻഷൻ ചെയ്യണം. ഹൗസർജ ഇതാ ഹൗസ് സർജൻസിന്റെ വണ്ടിയല്ലേ? അവര് പാർക്കിംഗ് ഫീ ഒന്നും തരാറില്ലല്ലോ. ഇതങ്ങ് പൂട്ടിയേക്കാം. അല്ല, അവരിവിടുത്തെ സ്റ്റാഫല്ലേ, അത് വേണോ? പാർക്കിംഗ് ഫീ തരാത്ത എല്ലാ വണ്ടികളും പൂട്ടാനാ അച്ഛന്റെ ഓർഡർ. അതങ്ങ് പൂട്ടിയേക്കാടി. എൻ്റെ ചേച്ചി, ഈ പൂട്ടം കഴിച്ചേ, അല്ലെങ്കിൽ ഞങ്ങളത് പൊട്ടിച്ചേക്കും, പറഞ്ഞേക്കാം. എന്നാ നിങ്ങൾ ചെയ്തോ, അച്ഛന് പറയാതെ ഞങ്ങൾ ഇതടിക്കുന്ന പ്രശ്നമില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കൊരാളെ വിളിക്കേണ്ടി വരും. ഇവിടെ വാടാ. നിന്നെ തന്നെ. നീയാണോടാ ഈ വണ്ടിയുടെയൊക്കെ ചങ്ങല പൊട്ടിച്ചത്? ഒരു ഹൗസ് സർജൻ എന്നൊരു വാലുണ്ടെന്ന് വെച്ച് നീ ഏത് മരത്തേലും പിടിച്ച് കുലിക്കാമെന്ന് നീ വിചാരിച്ചോടാ? അച്ചു, ഓർമ്മയുണ്ടോ ഈ മുഖം? ജീവിതത്തിൽ ഒരുപാട് മുഖങ്ങൾ ഇങ്ങനെ കയറി ഇറങ്ങിപ്പോയതല്ലേ, ചിലപ്പോൾ മറന്നു കാണും.
4-5 കൊല്ലം മുമ്പുള്ള കഥയാണ്. അന്ന് ഞാൻ ഫസ്റ്റ് ഇയർ യൂണിവേഴ്സിറ്റിക്ക് 90% വിജയവുമായി കേരളത്തിൽ നമ്മുടെ കോളേജ് ഒന്നാമതായപ്പോഴും പിന്നീട് ഓരോ വർഷവും നമ്മുടെ പിള്ളേർ റാങ്കുകൾ വാരിക്കൂട്ടിയപ്പോഴും നിങ്ങൾ പറഞ്ഞു ജൂബിലിയുടെ അഭിമാനമാണ് 10th ബാച്ചെന്ന്. നിങ്ങളെ ഒരിക്കലും മറക്കാൻ പറ്റില്ലെന്ന് കണ്ണ് നിറഞ്ഞ് പറഞ്ഞത് ഓർമ്മയുണ്ടോ അച്ഛനെ? പിന്നീട് ഹൗസ് സർജൻസിക്ക് കയറിയപ്പോൾ സ്റ്റൈപ്പൻഡായി കാശ് ഇങ്ങോട്ട് തരേണ്ട അവസ്ഥ വന്നപ്പോൾ കറിവേപ്പില പോലെ ഞങ്ങളെ തഴഞ്ഞതും ഞങ്ങൾക്ക് പാർക്കിംഗ് നിഷേധിച്ചതും ചരിത്രത്തിൽ ആദ്യമായി പ്രീകോൺ കൾച്ചറൽസ് അനുവദിക്കാതിരിക്കുകയും തലേ ദിവസത്തെ കേക്ക് കട്ടിംഗ് സെറിമണി വരെ നിഷേധിച്ചതും ഓർമ്മയുണ്ടോ അച്ഛന്? ഒരൽപ്പം കൂടിപ്പോയെന്നറിയാം. പുതിയ ബിൽഡിങ്ങിൻ്റെയും NIBHൻ്റെയും പിന്നാലെ പോകുമ്പോൾ സമയമുണ്ടെങ്കിൽ കഴിയുമെങ്കിൽ ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം ഹൗസ് സർജൻസി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന്. അങ്ങനെ 5.5 വർഷത്തെ സംഭവബഹുലമായ ജീവിതത്തിന് ശേഷം കോൺവെക്കേഷൻ വരവായി. അന്നേ ദിവസം ഗംഭീര മേക്ക് ഓവറുമായി പലരും ഞങ്ങളെ ഞെട്ടിക്കാറുണ്ട്. ഇടപൊഴിയാതെ മഴ പെയ്താൽ പായലും പൂപ്പലും ഒന്നിച്ചെത്തും. കോരിച്ചോരിയും മഴയിൽ പോലും മിന്നിത്തിളങ്ങും പടങ്ങ് പോലെ. കേരളത്തിലെ കാലാവസ്ഥയ്ക്കായി പ്രത്യേകം നിർമ്മിച്ച ഏഷ്യൻ പെയിന്റ്സ് അൾട്ടിമ പ്രൊട്ടക്ട്. 2012 ഒരു ഓഗസ്റ്റ് മാസം ഡോക്ടറാവാനുള്ള മോഹവുമായി ഞാനടക്കമുള്ള ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലെത്തി. ജൂബിലിയിലെ 10ാമത്തെ ബാച്ചായിരുന്ന ഞങ്ങൾക്ക് ജെന്നേഴ്സ് എന്ന് പേരിട്ടു. ജെന്നേഴ്സ് ഒരു പേരെന്നതിലുപരി ഇന്നതൊരു വികാരമായി വളർന്നിരിക്കുന്നു. ഏകദേശം 5.5 വർഷം നീണ്ടുനിന്ന യാത്ര. തൻ്റെ പേരിന് മുന്നിൽ ഡോക്ടർ എന്ന് ചേർത്തുകൊണ്ട് ഈ കോളേജിൻ്റെ പടിയിറങ്ങുമ്പോൾ കൂട്ടായുള്ളത് ഒരു പിടി നല്ല ഓർമ്മകളും ഇവിടെ നിന്നുടലെടുത്ത സൗഹൃദങ്ങളുമാണ്. സ്നേഹത്തിനതിരില്ല, ഇനി നമ്മൾ പിരിയില്ല. We are friends. അപ്പോൾ എന്താണ് ഇൻഡിവിജ്വലിൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ്? ഇനി വല്ല കോച്ചിങ്ങിനൊക്കെ ചേർന്ന് ഒരു PG ഒക്കെ എടുക്കണം. ഫൈസി, നീ അതൊന്ന് തിരിച്ചു ചിന്തിച്ചേ. PG GP. Oh my God!